ഹലോ ഇവൻ നമ്മൾ നോക്കാൻ പോകുന്നത് ലിങ്ക് ലിസ്റ്റ് ആണ്. ലിങ്ക് ലിസ്റ്റ് റെക്കോർഡ് ചെയ്തായിരുന്നു, ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ക്യൂ നോക്കിയായിരുന്നു. ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഇതിലോട്ട് പറയുകയാണ്. ലിങ്ക് ലിസ്റ്റ് മൂന്ന് തരത്തിലുണ്ട്. സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്, പിന്നെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം മൂന്ന് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് പറയാൻ പോകുന്നത്. അതിൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഏഴ് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രാവേഴ്സ്, അതായത് മൊത്തം പ്രിന്റ് ചെയ്യാനായിട്ടും, പിന്നെ ഇൻസേർട്ട് ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം, ഒരു എലമെന്റിനെ ഫസ്റ്റ് പൊസിഷനിൽ വെക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഇൻസേർട്ട് ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക, പിന്നെ ഇൻസേർട്ട് എനി പൊസിഷൻ യൂസറിന് ഇഷ്ടപ്പെട്ട എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവയ്ക്കാം. നമുക്ക് ലിങ്ക് ലിസ്റ്റ് പറയുകയാണെങ്കിൽ അതിലൊരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നോഡ് ഉണ്ടാവും. ആ നോഡിൽ ഒരു ഡേറ്റ പാർട്ടും ഉണ്ടാവും, ഒരു ലിങ്ക് പാർട്ട് ഉണ്ടാവും. ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡ്, അതായത് ഇപ്പോൾ ഇതൊരു ലിങ്ക് ലിസ്റ്റ് ആവുന്നത്. ഇതാണ് ഇപ്പൊ ഞാൻ ഡിഫൈൻ ചെയ്തൊരു സൈസിൽ ഉള്ള ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പം ആ ലിങ്ക് ലിസ്റ്റ് ഇവിടെ 10, ഇതൊരു നോഡാണ്. ഇത്രയുമാണ് ഒരു നോഡ്. ഇതൊരു നോഡാണ്. ഈ നോഡില് ഈ തുടക്കം, ഈ ലിങ്ക് ലിസ്റ്റിന്റെ തുടക്കത്തിന്റെ പേര് പറയുന്ന പേരാണ് ഹെഡ്. ഹെഡിന് ഹെഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോഡിനെ പറയുന്നത് ഹെഡ്. ഫസ്റ്റ് തുടക്കം, ലിങ്ക് ലിസ്റ്റിന്റെ തുടക്കത്തിന് പറയുന്ന ഫസ്റ്റ് നോഡിനെ പറയുന്നതാണ് ഹെഡ് എന്നാണ് പറയുന്നത്. ഈ ഹെഡ്. പിന്നെ ഇതിന്റെ ഒരു ഡേറ്റ പാർട്ട് ഉണ്ടാവും, പിന്നെ ഒരു ലിങ്ക് പാർട്ട് ഉണ്ട്. ലിങ്ക് പാർട്ടിൽ ഈ നെക്സ്റ്റ് നോഡ്, അടുത്ത വരുന്ന നോഡിന്റെ അഡ്രസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഹെഡ് എന്ന് പറയുന്ന നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡാണ്. അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പ്രോഗ്രാമിലോട്ട് വരാൻ നേരത്ത് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 20 ഹെഡ് നെക്സ്റ്റിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൂചിപ്പിക്കുന്നത്. ഹെഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡാണ്. ഈ ഒരു നോഡ് ഹെഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നോഡാണ്. അപ്പം നമുക്ക് ട്രാവേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഹെഡ് തൊട്ട് തുടങ്ങും. നമ്മൾ ട്രാവേഴ്സിങ്ങിന് ഹെഡ് തൊട്ട് തുടങ്ങും. ഹെഡ് നമ്മളൊരു പി ടി ആറിലോട്ട് കൊടുത്തതിന് ശേഷം പി ടി ആർ ട്രാവേഴ്സ് ചെയ്ത് ലാസ്റ്റ് എടുക്കും. ലാസ്റ്റ് നമ്മളെ ലാസ്റ്റ് നോഡിന് നള്ളായിരിക്കും. ലാസ്റ്റ് നോഡിനെ ലിങ്ക് പാർട്ടിന് നള്ളായിരിക്കും. ഇങ്ങോട്ട് വേറെ നോഡില്ലല്ലോ. വേറെ നോഡ് ഉണ്ടെങ്കിലേ അതിന്റെ ലിങ്ക് അല്ലേ ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കോൺസെപ്റ്റാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. നമുക്കൊരു ഡേറ്റ ഉണ്ടാവും, ഒരു ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിന്റെ ലിങ്കാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇതിന് ഏതെന്നുണ്ട് ഇൻസേർട്ട് ഫസ്റ്റ്, ഇൻസേർട്ട് ലാസ്റ്റ്, ഇൻസേർട്ട് എനി പൊസിഷൻ, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യുക. അപ്പം ഇതിൽ ഫസ്റ്റ് നമുക്ക് ഒരു നോഡ് നമ്മൾ സ്ട്രക്ചർ വെച്ചാണ്, സിവിൽ പ്രോഗ്രാമിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സ്ട്രക്ചർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. സ്ട്രക്ചറിൽ യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പ് ആണ്. അതിൽ നമ്മൾ ഒരു, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഡേറ്റ പാർട്ട് ഉണ്ടാവും, പിന്നെ ഒരു നോഡ് ഉണ്ടാവും. നോഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലിങ്ക്, അതായത് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ലിങ്ക്, അത് അടുത്ത നോഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അടുത്ത നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പം രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒരു നോഡിനെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഒരു നോഡിനെ ഉണ്ടാക്കാനുള്ള സ്ട്രക്ചറാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത് നമുക്ക് എത്ര നോഡ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്ട്രക്ചർ വേണം. സ്ട്രക്ചർ വെച്ചൊരു ഇത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡേറ്റ ടൈപ്പിൽ നമ്മൾ എംഎലോക്ക് വെച്ച് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യും. എംഎലോക്ക് വെച്ചാണ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരും. അപ്പൊ ഇൻസേർട്ട് ഫസ്റ്റ് പൊസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എംഎലോക്ക് വെച്ചൊരു നോഡ് ക്രിയേറ്റ് ചെയ്യും. പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ ഡേറ്റ പാർട്ട് അല്ലേ, ഇങ്ങോട്ട് നമ്മൾ വാല്യൂ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു നോഡ്, പുതിയൊരു നോഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ നോഡിന്റെ ഫസ്റ്റിലോട്ട് നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. ഫസ്റ്റ് അല്ലേ, അപ്പം ഇങ്ങോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പം ഇവിടെ നമുക്കൊരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് അല്ലേ, ഇതിന്റെ അഡ്രസ് അല്ലേ ഇവിടെ സ്റ്റോർ ചെയ്യണത്. അപ്പം ഇതിന്റെ അഡ്രസ് നമ്മൾ ന്യൂ നോഡിലോട്ട് സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിന്റെ ഡേറ്റയിലോട്ട് നമ്മൾ വാല്യൂ വെച്ചു. അതായത് ന്യൂവിന്റെ ന്യൂവിന് ഞാൻ എന്ന് കൊടുത്തു, എന്നിന്റെ ഡേറ്റയ്ക്ക് ഞാൻ വീണ്ടും കൊടുത്തു, ഡേറ്റയിലോട്ട് ഞാൻ വാല്യൂക്ക് വീണ്ടും കൊടുത്തു. വാല്യൂ ഫസ്റ്റ് എടുത്ത് വെച്ചു. നമുക്ക് ഏത് വാല്യൂ, ഒരു വാല്യൂ ഉള്ള നോഡിന്റെ എടുത്ത് വെക്കണ്ടേ. അപ്പൊ വാല്യൂ വെച്ചു. ആ ന്യൂ നോഡിന്റെ ലിങ്ക് ഞാൻ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ അതിനകത്ത് ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ലിങ്കിന് എന്തിനു കൊടുത്തു, അല്ലെങ്കിൽ നെക്സ്റ്റിന് കൊടുക്കാം. ലിങ്കിലോട്ട് ഞാൻ
ഇതിനാണ് ഹെഡ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് നോഡിന് ഹെഡ് എന്ന് പറയും. ഈ ഒരു നോഡിനകത്ത് പുതിയൊരു നോഡ് ആഡ് ചെയ്യാൻ, ഫസ്റ്റ് പൊസിഷനിൽ ഒരു നോഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫസ്റ്റിന് ഞാൻ ഹെഡ് എന്നാണ് പറയുന്നത്. ഫസ്റ്റിന് ഹെഡ്. അപ്പം ആ ഹെഡിന്റെ ഹെഡിനെ എടുത്ത് ഇതിന്റെ ലിങ്കിലോട്ട് പോകും. അതായത് ഹെഡിന്റെ അഡ്രസ്സിനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. ഈ ഫുൾ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ഹെഡിന്റെ, അതായത് ഇതിന്റെ അഡ്രസ്സ് എടുത്ത് ഇതിന്റെ ലിങ്കിലോട്ട് എടുത്ത് വെക്കും. ഇത്രയുണ്ട്. ഹെഡ് ഞാൻ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഈ പുതിയ നോഡിനെ ഞാൻ ഹെഡ് എന്നങ്ങ് വിളിച്ചു, പേര് മാറ്റി. പുതിയ നോഡിനെ ഹെഡ് എന്നാക്കാം. അപ്പം ഫസ്റ്റ് നോഡിൽ ഹെഡ് എന്ന് പറയുന്നത്, അപ്പൊ അതിനെ ഹെഡ് എന്നാക്കി. ഈ ഹെഡിനെ എടുത്ത് ഹെഡിന്റെ പേരെടുത്ത് ന്യൂ നോഡ് എന്ന് എടുത്തു. അപ്പം ഇതിന്റെ പേര് ന്യൂവിനെ നമുക്ക് ഹെഡ് എന്ന് ആക്കി മാറ്റി. അപ്പം ന്യൂ ഹെഡ് ആവും. അത് ഞാൻ ഈ മറിച്ച് പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മളെ ഓൾറെഡി ഉള്ള ഒരു നോഡ് ഞാൻ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇപ്പം 10 ഇവിടുത്തെ ഡേറ്റ. ഇതിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തുടക്കത്തിനാണ് ഹെഡ്, തുടക്കം പറയുന്ന നോഡിനാണ് ഹെഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ 20 ഉണ്ട്. നെക്സ്റ്റ് നോഡ് 20 ആണ്. ഇതിന്റെ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ഫുൾ നോഡിന്റെ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ 20യുടെ അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഞാൻ എങ്ങനെ വിളിക്കും. പിന്നെ നെക്സ്റ്റ് നോഡ് ഒരു 30. ഞാൻ 3 നോഡ് സൈസ് 3 30 ആണ്. അവസാനത്തെ നോഡിന്റെ എപ്പോഴും എൻഡ് ആയിരിക്കും. നെക്സ്റ്റ് നോഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള അടുത്ത നോഡിന്റെ അഡ്രസ്സിൽ ഇവിടെ ചോദിക്കും. അപ്പൊ അവിടെ ഒന്നും ഇല്ലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞങ്ങളാക്കി വെച്ചു. എനിക്കിപ്പോ ഒരു ന്യൂ നോഡ്, ഇതിനെ എനിക്ക് ഇവിടെ ആഡ് ചെയ്യണം. ഇതിനൊരു ഡേറ്റ പാർട്ടിനകത്തോടെ ഞാൻ വാല്യൂ വെച്ചു, ഒരു 25 വെച്ചു. ഇതെന്റെ നെക്സ്റ്റ്, ഇത് നന്നായി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇതെടുത്ത് ഈ ഫസ്റ്റ് പൊസിഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10 ഇതിന്റെ അഡ്രസ്സ് ഇവിടെ ഒട്ടൊന്നും ഇല്ലല്ലോ. ഇതിന്റെ അഡ്രസ്സ് എടുത്ത് എങ്ങോട്ട് വെക്കണം? ഈ ന്യൂ നോഡിലോട്ട് വെക്കണം. ഈ ന്യൂ നോഡ് ഇവിടെ വരില്ലേ. അപ്പം ന്യൂ നോഡ് ഇവിടെ വന്നു. ഇതിന്റെ അഡ്രസ്സ് ഞങ്ങളായ ഇതിന്റെ അഡ്രസ്സ് എടുത്ത് ഇവിടെ വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ലിങ്കിലോട്ട് ഈ ഹെഡിനെ എടുത്ത് വെച്ച്, ഹെഡാണ് ഇത്. ഹെഡിനെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു. ഇവിടെ 25 ആണ്. അപ്പം ഒരു ന്യൂ നോഡ് ഫസ്റ്റ് പൊസിഷനിൽ വന്നില്ല. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന എലമെന്റ് ആണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഹെഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ഫസ്റ്റ് എലമെന്റ്, തുടക്കത്തിനാണ് ഹെഡ്. തുടക്കം പറയുന്ന നോഡിനാണ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹെഡ് ഇപ്പൊ ഇവിടെ ഇരിക്കില്ലേ, ഇതിന്റെ പേര് മാറ്റുക. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ന്യൂ നോഡിന് ഹെഡിന്റെ പേര് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഹെഡ് ന്യൂ നോഡായി കൊടുക്കുക. ന്യൂ നോഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ ന്യൂ നോഡായി കൊടുക്കുക. അപ്പം ഇത് ഹെഡായി, ഇത് മാറി. ഇതിന്റെ ഹെഡ് എന്ന് പറഞ്ഞ പേര് മാറ്റി ഹെഡ് ന്യൂ നോഡായി. ഇപ്പൊ ഇത് ന്യൂ നോഡായി. ഇനി ഫസ്റ്റ് പൊസിഷനിൽ ഏത് എലമെന്റ് ആഡ് ചെയ്യണമെങ്കിലും ഹെഡ് ന്യൂ നോഡ്, ഈ എലമെന്റ് ഹെഡ് ആയിരിക്കും. ഇതായി ഹെഡ്. അപ്പൊ ഇനി ആഡ് ചെയ്യാൻ നേരത്ത് ഹെഡ് മാറ്റി കൊടുക്കാം. ഒരു എലമെന്റ് ആഡ് ചെയ്യുക, ഇതിന്റെ ലിങ്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. പുതിയ നോഡ് ഫസ്റ്റ് പൊസിഷനിൽ ആണെങ്കിൽ ഇത് ഹെഡായി. ഇങ്ങോട്ട് എടുത്ത് ഒരു എലമെന്റ് വെക്കുക, ഇതിന്റെ ലിങ്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കുക, ഇത് ഹെഡാക്കി കൊടുക്കുക. ഓരോ എലമെന്റ് വെക്കുക, ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്യുക, ഹെഡാക്കി കൊടുക്കുക. ലിങ്ക് എടുത്ത് ഇതിന്റെ ന്യൂ നോഡിന്റെ ലിങ്കിലോട്ട് വെക്കുക. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ നോക്കുന്നു. നോഡ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂ നോഡിന്റെ ഡേറ്റ പാർട്ടിൽ വാല്യൂ വെക്കുക. അതായത് നമ്മുടെ ഹെഡിന്റെ ലിങ്ക് എടുത്ത് ന്യൂ നോഡിന്റെ ലിങ്കിലോട്ട് ലിങ്ക് സ്റ്റോർ ചെയ്യുക. അഡ്രസ് എടുത്ത് ഹെഡിന്റെ അഡ്രസ് എടുത്ത് ന്യൂ നോഡിന്റെ ലിങ്കിലോട്ട് വെക്കുക. ന്യൂ നോഡിനെ നമ്മൾ ഹെഡാക്കി കൊടുക്കുക. മെയിനായിട്ട് ഹെഡാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഇൻസേർട്ട് ലാസ്റ്റ് പൊസിഷനാണ്. ഇൻസേർട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് നമ്മളെ ഹെഡ് ഇവിടെ ഉണ്ട്. ഹെഡിൽ നമുക്ക് 10 ഉണ്ട്. പിന്നെ ഇതിന്റെ സെക്കൻഡ് നമുക്കൊരു 20 ഉണ്ട്. ഈ 20യുടെ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. 20 എന്ന് പറയുന്നത് ഫുൾ നോഡിന്റെ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ 30 ഉണ്ട്. 30യുടെ ഫുൾ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെയാണ് അഡ്രസ്സ് ഇരിക്കുന്നത്. അപ്പം 30 ഉണ്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് എലമെന്റ്. ലാസ്റ്റ് എലമെന്റ് എപ്പോഴും ഞങ്ങളായിരിക്കും അതിന്റെ ലിങ്ക്. ഇങ്ങോട്ട് വേറെ എലമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സിന്റെ ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളാകെ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ലാസ്റ്റിൽ ഒരു എലമെന്റിനെ ആഡ് ചെയ്യണം. ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ഇതിന്റെ ലാസ്റ്റിനോട് കണ്ടുപിടിക്കണം. അപ്പൊ ലാസ്റ്റിനോട് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെയാണ് നമുക്ക് എലമെന്റിനെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഹെഡ് ഇതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോഡിൽ നമ്മൾ ഹെഡ് എന്ന് പറയും. ഈ ഹെഡ് തൊട്ട് ലാസ്റ്റ് വരെ പോകണം. അപ്പം ഫസ്റ്റ് ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഒരു നോഡ് മാത്രമേ ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ പ്രോഗ്രാമിൽ ചെക്ക് ചെയ്യും. ഇപ്പം നമുക്ക് ഒരു നോഡ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ നോഡ് മാത്രമേ ഉള്ളൂ.
ഈ ഒരു സിംഗിളി ഹെഡ് മാത്രമേ നമുക്ക്. ഈ ഹെഡ് മാത്രമേ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ന്യൂ നോഡിനെടുത്ത് ഹെഡിലോട്ട് അങ്ങ് ആക്കി കൊടുത്താൽ പോരെ. ഇൻസെർട്ട് ലാസ്റ്റ്. അതായത് നമുക്ക് ഒരൊറ്റ നോഡേ ഉള്ളൂ. ഇപ്പൊ 10. ഇതിനാണ് ഹെഡ് എന്നും പറയുന്നത്, ഇതാണ് ലാസ്റ്റ് നോഡ്. അല്ലെങ്കിൽ ഇതിന്റെ ഈ ഒരു നെക്സ്റ്റിലോട്ട് നമ്മൾ ട്രാവേഴ്സും ചെയ്യേണ്ട, ഹെഡ് മാത്രമേ ഒറ്റ എലമെന്റ് ഉള്ളെങ്കിൽ ഇതിലോട്ട് നമ്മളത് ഇത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങോട്ട് ന്യൂ നോഡിനെ മാറ്റി കൊടുക്കും. ഇത് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക, 10 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങോട്ട് എടുക്കാൻ ഈ ന്യൂ നോഡിന്റെ അഡ്രസ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരു എലമെന്റ് അങ്ങ് ആയി. എന്നിട്ട് ഇതിന്റെ ലിങ്ക് അങ്ങ് നന്നായി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഒരു ഒരു ഒറ്റ എലമെന്റ് ഉള്ളൂ, ഒരു ഒറ്റ എലമെന്റ് ഉള്ള ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത വെറും ഒരു ഒന്നുമില്ലാത്തൊരു ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെഡ് മാത്രമേ ഉള്ളെങ്കിൽ ഹെഡ് എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. ഹെഡ് ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഹെഡ് ഫുള്ള് നള്ളായിരിക്കും. ഡേറ്റ ഒന്നും ഇല്ലെങ്കിൽ ഹെഡ് നള്ളായിരിക്കും. ഹെഡ് എന്ന് പറഞ്ഞൊരു നോഡ് ഉണ്ടാവും, ആ ഹെഡ് നള്ളായിരിക്കും. അപ്പം ഈ ഹെഡ് നമ്മൾ ഇതിന് അപ്പോൾ ഒരു നോഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പേര് ന്യൂ ഈക്വൽ ഹെഡ് ഈക്വൽ ടു ന്യൂ എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. ഇപ്പോഴത്തേക്ക് ന്യൂ ഹെഡ് ആയിക്കോളും. ന്യൂ ഹെഡ് അങ്ങാവും, 10 ഉണ്ടാവും. ഇതിന്റെ ലിങ്ക് നന്നാകും. നമ്മൾ ഇൻസേർട്ട് ലാസ്റ്റ് കൊടുക്കുന്ന പൊസിഷൻ, ഇൻസേർട്ട് ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെയ്യാൻ നേരത്ത് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് തന്നെ നമ്മളൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഇതിന്റെ ഡേറ്റ പാർട്ടിലോട്ട് വാല്യൂ എടുത്ത് വെച്ചിട്ട് ഇതങ്ങ് നന്നാക്കിയിക്കണം. അതായത് നമുക്ക് ഈ ഒരു ലിങ്ക് പാർട്ട് ആവശ്യമില്ല. ലാസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്യുന്ന നമുക്ക് ലിങ്ക് പാർട്ട് എന്തിനാണ്? ലിങ്ക് ലാസ്റ്റ് പൊസിഷൻ ആഡ് ചെയ്ത ലാസ്റ്റ് കഴിഞ്ഞ ശേഷം വേറെ നോഡ് ഇല്ലല്ലോ. അതുകൊണ്ട് അതൊന്ന് നള്ളാക്കി വെച്ചേക്കണം. ഫസ്റ്റ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ഡേറ്റ വാല്യൂ വയ്ക്കുക, നള്ളാക്കി വയ്ക്കുക. ഇതിന് ലാസ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പൊ ഇതൊരു നോഡാകുമ്പോൾ ഇതിന്റെ ലാസ്റ്റ്, അതായത് 30ക്ക് ശേഷം ആഡ് ചെയ്യണം. 30യുടെ ഇത് നള്ളാണ്. അപ്പൊ 30ക്ക് ശേഷമാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. ഒരു ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ ഹെഡിന് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം. ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു നോഡ് ടെമ്പ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് സ്ട്രക്ട് നോഡ് ടെമ്പ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് അതിന് ഹെഡിലോട്ട് പോയിന്റ് ചെയ്യണം. ടെമ്പിന് നമ്മൾ ഹെഡിലോട്ട് പോയിന്റ് ചെയ്യണം. അതായത് ഹെഡിലോട്ട് പോയിന്റ് ചെയ്തതിനു ശേഷം ട്രാവേഴ്സ് ചെയ്യുന്നില്ലാണ് ഇത് വൈ ടെമ്പ് നെക്സ്റ്റ്, അതായത് ഇത് നമ്മൾ ലൂപ്പ് വെച്ച് ചെക്ക് ചെയ്യും. വൈയിൽ ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് വെച്ചും കൊണ്ടുപോകാൻ ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ ലിങ്കിന് കൊടുക്കുക. നിങ്ങൾ ലിങ്കാണ് സ്ട്രക്ചറിൽ എന്തുവാണ് കൊടുക്കുക, അത് കൂടെ കൊടുക്കുക. ഞാൻ ലിങ്കിന് കൊടുക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അതായത് ഇവിടെ തൊട്ട് ലാസ്റ്റ് വരെ പോകും. ടെമ്പ് നെക്സ്റ്റ് വൈൽ ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇത് ടെമ്പ് നെക്സ്റ്റ് നള്ളാവുന്ന വരെ പോകും. നള്ളാകാതെ സ്റ്റോപ്പ് ആവും. അതായത് ഇതിന്റെ ലാസ്റ്റ് വരെ പോയി ലാസ്റ്റ് നോഡ് നമ്മൾ കണ്ടുപിടിക്കും. ഈ നോഡ് ഇതിപ്പോ ടെമ്പ് ഇതായി, ടെമ്പ് ഓരോന്ന് ട്രാവേഴ്സ് ചെയ്ത് ഇത് ടെമ്പായി, ഇത് ടെമ്പായി, ലാസ്റ്റ് നള്ളായപ്പോഴത്തേക്ക് സ്റ്റോപ്പ് നിന്ന്. അപ്പം ടെമ്പ് ലാസ്റ്റ് ആയി. ഇത് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ടെമ്പ് നെക്സ്റ്റ് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്യാൻ നമ്മൾ ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെന്റ് ചെയ്യും. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്, അതായത് ഹെഡ് ഈക്വൽ ടു ഹെഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഏറ്റവും ലാസ്റ്റ് നോഡ് നമ്മൾ കണ്ടുപിടിച്ചു. ലാസ്റ്റ് നോഡ് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് വളരെ ഈസിയാണ് ഈ ഒരു സാധനത്തിന്റെ അഡ്രസ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ചാൽ മതി, തീർന്നു. ഇപ്പൊ 10ന്റെ അഡ്രസ് എടുത്ത് 10 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ നോഡിന്റെ അഡ്രസ് എടുത്ത് 10 ഇതിനടുത്ത അഡ്രസ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെക്കും. അപ്പോഴത്തേക്ക് ഈ നള്ളങ്ങ് മാറി. ഇവിടെ നള്ളാണ് നമ്മൾ ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്തേ നള്ളാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയുള്ള നമ്മൾ ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കുക, ലൂപ്പ് വെച്ച് ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കുക, ഇൻക്രിമെന്റ് ചെയ്ത് ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കുക. അതായത് ലാസ്റ്റ് നോഡിന്റെ ലിങ്കിലോട്ട് നമ്മൾ ഇതിന്റെ അഡ്രസ് എടുത്തെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തീർന്നു. ഇനി ഇൻസേർട്ട് എനി പൊസിഷൻ ആണ്. ഈ എനി പൊസിഷനാണ് ഇത്തിക്കൂടെ നമുക്ക് ടഫായിട്ട് വരുന്നത്. എനി പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊസിഷൻ വേണം. പൊസിഷനകത്തോട്ട് എൻട്രി ചെയ്യണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പൊസിഷൻ വേണം, ഒരു വേരിയബിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പൊസിഷൻ POS കൊടുത്തു. പിന്നെ ഒരു ഇൻറ്റ് വാല്യൂ വേണം. വാല്യൂ നമ്മൾ സാധാരണ പറഞ്ഞാൽ ഒരു ഇൻറ്റ് വാല്യൂ വേണം. ആ വാല്യൂ എടുത്ത് ഔട്ട് ചെയ്യണം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം പൊസിഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, പൊസിഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് ഫസ്റ്റ് പൊസിഷനിലാണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻസേർട്ട് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് താഴെ. ഇപ്പം നമ്മൾ പ്രോഗ്രാമിലാണെങ്കിൽ ഇൻസേർട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്ത്
അങ്ങോട്ടങ്ങ് ഇൻഡ് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ആ ഒരു കാര്യം വേണ്ട. ഇസെറ്റ് എനി പൊസിഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റിലാവാം, ലാസ്റ്റിലാവാം, അല്ലെങ്കിൽ ഇടയ്ക്കിലാവാം. ഈ ലാസ്റ്റും ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റും ഫസ്റ്റും നമ്മൾ നോക്കണ്ട. ഫസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക ഫസ്റ്റ് പൊസിഷനിലാണ് ആഡ് ചെയ്യുന്നെങ്കിൽ ഈ ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തിട്ട് ഫസ്റ്റ് പൊസിഷനിൽ ആ ഫംഗ്ഷൻ അങ്ങ് കോൾ ചെയ്താൽ മതി. അത് അവിടെ തീർന്നു. ഇനി വേറെ ഏതെങ്കിലും പൊസിഷൻ ആണെങ്കിൽ ആ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് ടെമ്പിൾ ഹെഡിനെ നമ്മൾ ഹെഡ് തൊട്ടിൽ തുടങ്ങണം. ഹെഡിൽ നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്ററിൽ പോയിന്റ് ചെയ്യും. ലിങ്ക് ലിസ്റ്റ് പറയുമ്പോഴേക്കും പോയിന്റർ ആണ്. നമ്മൾ പോയിന്റർ യൂസ് ചെയ്താണ് ലിങ്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ടെമ്പ് എന്ന് പറഞ്ഞ ഒരു പോയിന്ററിൽ പോയിന്റ് ചെയ്യും. ട്രാവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ പോയിന്ററിലാണ് പോയിന്റ്. ടെമ്പ് എന്ന് പറഞ്ഞ പോയിന്ററിൽ പോയിന്റ് ചെയ്യും. ടെമ്പാണ് ഈ പോയിന്ററാണ് ട്രാവേഴ്സ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ടെമ്പ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പി ടി ആർ പോയിന്ററിനാണ് കൊടുക്കാം. ഇപ്പം ടെമ്പ് എന്ന് പറഞ്ഞ ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. ഈ പോയിന്റർ ഹെഡ് തൊട്ട് ട്രാവേഴ്സ് ചെയ്ത് തുടങ്ങും. ഹെഡ് തൊട്ട് തുടങ്ങാൻ വേണ്ടി, അതായത് പോയിന്ററിൽ ട്രാവേഴ്സ് ചെയ്ത് പോകണം. ആ പോയിന്റർ ട്രാവേഴ്സ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റർ തുടങ്ങും. ആ ഹെഡ് ഇട്ട് നമ്മൾ നോഡ് ടെമ്പ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത പോയിന്റർ. ആ പോയിന്റർ ഹെഡ് തൊട്ട് ട്രാവേഴ്സ് ചെയ്ത് ഏത് പൊസിഷനിലാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പം ഹെഡിന് കൊടുത്ത് ഹെഡ് തൊട്ട് തുടങ്ങാൻ വേണ്ടി സിംപിളി ഹെഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പം ഹെഡ് തൊട്ട് ട്രാവേഴ്സ് ചെയ്ത് തുടങ്ങും. യൂസർ പൊസിഷൻ എൻ്റർ ചെയ്യും. ഏത് പൊസിഷൻ എന്ന് പറഞ്ഞ് യൂസറിന്റെ കൊടുക്കും. യൂസർ പൊസിഷൻ എൻ്റർ ചെയ്യും. അപ്പോൾ ഏത് പൊസിഷനാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലൂപ്പ് വെച്ച് ഫോർ, ഞാൻ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റ് ഐ ഇക്വൽ വൺ തൊട്ട് തുടങ്ങും. അതായത് ഫസ്റ്റ് ഹെഡ് തൊട്ട് തുടങ്ങും. ടെംപ് ആൻഡ് ആൻഡ് ഐ ലെസ് ദാൻ യൂസർ എൻ്റർ ചെയ്ത പൊസിഷൻ ഐ ലെസ് ദാൻ യൂസർ ചെയ്ത പൊസിഷൻ -1. പൊസിഷൻ എൻ്റർ ചെയ്യുന്നതിന് ഒരു വാല്യൂ കുറച്ചിട്ടില്ലേ നമ്മൾ സാധാരണ പറഞ്ഞാൽ പൊസിഷൻ -1 ആണ് നോക്കട്ടെ. പിന്നെ ഐ ഇൻക്രിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെമ്പും ഇൻക്രിമെന്റ് ചെയ്യുക. ടെമ്പ് ഇൻക്രിമെന്റ് ചെയ്താൽ നമ്മുടെ നോഡ് ഇൻക്രിമെന്റ് ചെയ്യുക. ടെമ്പ് മീൻസ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്തെടുക്കുക. ടെമ്പ് ഇക്വൽ ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. ടെമ്പ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് പോകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. വൺ നോട്ട് യൂസറുകളുടെ പൊസിഷൻ പോലെ കണ്ടുപിടിക്കും. പൊസിഷൻ കണ്ടുപിടിക്കും. പിന്നെ ആ പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പൊസിഷൻ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു പൊസിഷൻ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ നോട്ട് ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഇഫ് നോട്ട് ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മൾ പൊസിഷൻ ഔട്ട് ഓഫ് ബൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കും. കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ ഒരു പൊസിഷൻ നമ്മളിൽ ഇല്ലെങ്കിൽ. അപ്പം നമുക്ക് 3 തന്നെ വേണം. ഇപ്പൊ യൂസർ 4 എൻ്റർ ചെയ്ത പൊസിഷൻ ഔട്ട്പുട്ട് ബൗണ്ടാണ് നമ്മളിൽ ഇല്ല, ആ പൊസിഷൻ ഇല്ല. -1 കൊടുത്താൽ നമ്മൾ ആ പൊസിഷൻ ഇല്ലെന്ന് പറയും. ഇപ്പൊ ഇടയ്ക്കിനാണ് ഇപ്പൊ നമ്മൾ 2 കൊടുത്തു. രണ്ടാമത്തെ പൊസിഷനിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനു വേണ്ടി നമ്മൾ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിപ്പോൾ ന്യൂ നോഡാണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഡേറ്റയിലോട്ട് അങ്ങനെ വാല്യൂ എടുത്ത് വെച്ചു, റിട്ടേൺ എടുത്ത് വെച്ചു. ഇതിന്റെ ഈ നോഡിന്റെ നെക്സ്റ്റിലോട്ട്, അതായത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മളെ നോഡ്. ഇത് ഒരു നോഡാണ്. അപ്പം ഒരു 3 എലമെന്റുള്ള നോഡാണ്. ഇതിന്റെ സെക്കൻഡ് പൊസിഷനിലോട്ടാണ് നമുക്ക് ഒരു ന്യൂ നോഡ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് നല്ലതാണ്. ഇവിടെ നമുക്ക് 20 ഉണ്ട്. 20 ഉണ്ട്. ഇതിന്റെ അഡ്രസ്സാണ് ഇവിടെ. ഇതിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇങ്ങോട്ടൊന്ന് വെച്ചായിട്ടാണ് ഞാൻ ഇൻസെർട്ട് എനി പൊസിഷൻ നമുക്ക് ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ന്യൂ നോഡൊന്നും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഡേറ്റ പാർട്ടിലോട്ട് നമ്മൾ ഡേറ്റ വെച്ചാൽ തന്നെ അതിനുശേഷം ഇതങ്ങ് ക്രോസ് ചെയ്തതിനു ശേഷം ഇതാണ് നമ്മൾ ടെമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റർ വെച്ചിട്ട് തുടങ്ങിയത്. അപ്പം ഈ ടെമ്പിന്റെ നെക്സ്റ്റ്, അതായത് ഈ ഒരു ലിങ്ക്, ഇതിന്റെ ലിങ്ക് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇത് രണ്ടും കണക്ട് ആവില്ല. അപ്പം ഇതിന്റെ ലിങ്ക് തന്നെ എടുത്തിരിക്കുന്നത് 20യുടെ ലിങ്കാണ് ഇവിടെ ഇരിക്കുന്നത്. അഡ്രസ്സാണ് ഇരിക്കുന്നത്. ഈ അഡ്രസ്സ് എടുത്ത് നമ്മൾ ഇങ്ങോട്ടൊന്ന് വെച്ച് ഈ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇപ്പം ഇവിടെ ഒന്നുമില്ല. പിന്നെ ഈ 10ന്റെ അഡ്രസ്സ് എടുത്ത് ഈ 10 എന്ന് പറയുന്ന നോഡിന്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ടൊന്ന് വെച്ച് ഈ ഫുൾ നോഡിന്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ച് ഇത് ഇവിടെ കിടക്കുന്ന അഡ്രസ്സ്, ഇവിടെ കിടക്കുന്ന അഡ്രസ്സ് ആരാണ്? ഈ 20യുടെ അഡ്രസ്സാണ് ഇവിടെ കിടക്കുന്നത്. ആ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ച് അതായത് ഈ രണ്ട് കണക്ട് ആയില്ലേ, ഇതിനോട് ആഡ് ആയില്ലേ, ഇത്രയും കാര്യം വളരെ ഈസിയാണ്. ഇതിന്റെ ഈ
25ന്റെ ഇപ്പുറത്തെ വരുന്ന അഡ്രസ്സ് ആരെയാണ്? ഈ 20യുടെ അഡ്രസ്സാണ്. ഈ 20യുടെ അഡ്രസ്സ്. അപ്പം 20യുടെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇത് രണ്ടും കണക്ട് ആവും. ഇതിന്റെ അഡ്രസ്സ് ഇവിടെ കിടക്കുന്നു. ഈ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ ഇത് രണ്ടും കണക്ട് ആയി. ഇനി ഇത് ഈ 20യുടെ ഇവിടെ ഇതിന്റെ അഡ്രസ്സ് വെച്ചപ്പോൾ ഇതും കണക്ട് ആയി. അപ്പൊ ഇങ്ങനെ കണക്ട് ആയി. അപ്പം പുതിയ നോഡ് ആഡ് ചെയ്യും. ഇത്രയും ഒരു പുതിയ നോഡ് ആഡ് ചെയ്യാനുള്ളത്. ഇതിന്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അഡ്രസ്സ് അപ്പം അങ്ങോട്ട് കൊടുക്കുക, ഇതിന്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് നോക്കുക. ഇവിടെ കിടക്കുന്ന അഡ്രസ്സ് എടുത്ത് ഇതിന്റെ നെക്സ്റ്റിലോട്ട് നോക്കുക. ഈ ഫുൾ നോഡിന്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് നോക്കുക. കണക്ട് ആയി. ഇത്രയുള്ള കണക്ട് ആക്കാൻ എനി പൊസിഷൻ ആണ് ഇങ്ങനെ വരുന്നത്. അപ്പം എനി പൊസിഷൻ മനസ്സിലാകുന്നതായിരിക്കും. ഇന്ന് വീഡിയോയുടെ ലെങ്ത് അധികമായി. ഇനി നാളെ നമ്മൾ ഡിലീറ്റ് അറ്റ് എനി പൊസിഷൻ നോക്കും. അതുപോലെ തന്നെ ഡിലീറ്റ് അറ്റ് ഇതുപോലെ തന്നെ ഡിലീറ്റ് ഫസ്റ്റ് പൊസിഷൻ, ലാസ്റ്റ് പൊസിഷൻ, എനി പൊസിഷൻ. നാളെ നമ്മൾ ഡിലീറ്റ് അറ്റ് എനി പൊസിഷൻ, ലാസ്റ്റ് ഫസ്റ്റ് പൊസിഷൻ നോക്കും. അതിനുശേഷം നാളെ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ ചെയ്യുന്നതായിരിക്കും. CV യൂസ് ചെയ്യാം. ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത് ആയി. എല്ലാവരും ഇപ്പം വീഡിയോ ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഇപ്പം 42 മിനിറ്റ് ആയി. എല്ലാവരും ഒരു 30 മിനിറ്റ്സിലൊക്കെ നിർത്താൻ പറഞ്ഞുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നത്. നാളെ ഇതിന്റെ ബാക്കി നമ്മൾ നോക്കുന്നതായിരിക്കും. If you have learned something new, then help me help you in 3 easy steps by smashing that like button, drop the comment down below, and subscribe if you do like to become a fellow pro.